കഴിഞ്ഞ 25 വർഷമായിട്ട് 7 കോണ്ടിനെന്റ്സിലേക്കും വളരെ ഊർജിതമായി ധാരാളം ഡിപ്പാച്ചേഴ്സ് ചെയ്യുന്ന ഒരു ടൂർ കമ്പനിയാണ് നമ്മളുടെ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സോമൻസിന്റെ പാക്കേജസ് നമ്മൾ കാണുന്നത് അറോറ അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സിലേക്കുള്ള ഈ പാക്കേജാണ്. നമ്മുടെ റഷ്യ വിത്ത് നോർത്തേൺ ലൈറ്റ്സ്. ധാരാളം ആളുകൾ ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് കാണുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കുകയും അങ്ങനെ ഒരു ടൂർ പാക്കേജ് നമ്മളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് സോമൻ സാറിന്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഇതൊരു അവസരമാകട്ടെ എന്ന് കരുതുന്നു. സർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നോർത്തേൺ ലൈറ്റ്സ് എന്നാണ് നമ്മൾ ഈ പാക്കേജിനെ പ്രത്യേകം പറഞ്ഞ് ഓമൻ പേരായിട്ട് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ നോർത്തേൺ ലൈറ്റ്സ് എന്ന ഈ പ്രതിഭാസം അല്ലെങ്കിൽ ഈ ഫിനോമിനൻ ഉണ്ടാകുന്നത്? ആക്ച്വലി ഇതിനെ വിളിക്കുന്നത് അറോറ ബോറിയാലിസ് എന്നാണ്. ഇറ്റ്സ് എ ഇൻക്രെഡിബിൾ ലൈറ്റ് ഷോ. ഇത് കാണാൻ പോകുന്ന, വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഒരു ജീവിതത്തിലെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ എന്താണ് ഈ അറോറ ബോറിയാലിസ്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കൊളീഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഡിസ്ചാർജ്ഡ് from the sun, which enters into Earth's atmosphere, collides with gases of oxygen and nitrogen. സർ, എന്തുകൊണ്ട് ഇതിനെ നോർത്തേൺ ലൈറ്റ്സ് എന്ന് വിളിക്കുന്നു? ഇത് ഹാപ്പനിങ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതുകൊണ്ടാണ് അറോറ ബോറിയാലിസിനെ നോർത്തേൺ ലൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. വി ആർ ഗോയിങ് ടു റഷ്യ. നമ്മൾ പ്ലാൻ ചെയ്ത ടൈമിൽ ഇറ്റ് ഈസ് വിസിബിൾ ആണ്. നമ്മുടെ ടൂർ റഷ്യയിൽ ഒരു 30 പാസഞ്ചേഴ്സ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. എന്തുകൊണ്ട് അവർ നോർത്തേൺ ലൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തില്ല ആ ടൂറിൽ? അതിന്റെ കാരണം ഇതിനെല്ലാം തന്നെ ഒരു ടൈമിംഗ് ഉണ്ട്. അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ഒന്ന് ആസ് ഫാർ ആസ് റഷ്യ ഈസ് കൺസേൺ നവംബർ മാസം. അതുകൊണ്ടാണ് നമ്മളുടെ ലാപ്ലാൻഡ് ടൂർ ഒക്ടോബർ 30 വെച്ചത്. അപ്പോൾ നമ്മൾ ഈ മുർമാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത് 3 നവംബറിലാണ്. അപ്പോൾ അത് കസ്റ്റമർക്ക് വളരെ നന്നായിട്ട് അത് കാണാനുള്ള ഒരു അവസരമാണ്. നമുക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ വി ഡോണ്ട് നോ, ബിക്കോസ് ഇത് നാച്ചുറൽ ഫിനോമിനാണ്. അത് ഉണ്ടാക്കി വെച്ചതല്ലല്ലോ, ഒരു മ്യൂസിയം അല്ലല്ലോ. അത് ആകാശത്ത് നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. 1-2 ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ ഐറ്റ്നറിയിലെ ബ്രിഡ്ജ് ഓപ്പണിംഗ്, മിഡ് നൈറ്റ് ക്രൂസ് എന്നിവയൊക്കെ കണ്ടു. പക്ഷെ നമ്മുടെ ഐറ്റ്നറിയിൽ അതില്ലല്ലോ. അത് എന്തുകൊണ്ടാണ് സാർ നമ്മൾ അത് ആഡ് ചെയ്യാഞ്ഞത്? നിങ്ങൾക്കറിയാലോ ഈ സമയത്ത് റഷ്യയിലുള്ള ടെമ്പറേച്ചർ ഇപ്പൊ ഡേ ടൈമിൽ തന്നെ ബിലോ 10 ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നല്ല ജാക്കറ്റും കാര്യങ്ങളൊക്കെ കരുതണം. അപ്പോൾ ഡേ ടൈമില് ബിലോ 10 ആണ് എങ്കിൽ രാത്രി കുറേയും കൂടി തണുപ്പായിരിക്കും. മൈനസ് ആകാനും സാധ്യതയുണ്ട്. അപ്പൊ ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഈ മിഡ് നൈറ്റ് ക്രൂസ് ഉൾപ്പെടുത്താതിരിക്കാനുള്ള മെയിൻ റീസൺ. നമുക്ക് ഡേ ടൈമിൽ ക്രൂസ് ഉണ്ട്, നമുക്കത് മിഡ് നൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ₹1 പോലും എക്സ്ട്രാ ചെലവില്ല. പക്ഷെ നമ്മളത് ചെയ്തില്ല. ദിസ് ഈസ് ദ റീസൺ. മറ്റുള്ള ഓപ്പറേറ്റേഴ്സ് 6 നൈറ്റ് 7 ഡേയ്സ് ചെയ്യുന്ന പാക്കേജ് നമ്മൾ 10 ദിവസത്തെ പാക്കേജ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ 10 ദിവസത്തെ ചെയ്യുന്നത്? നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റും അതുപോലെ കുറയ്ക്കാൻ പറ്റുമല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മളുടെ ഈ ടൂറിന്റെ ഹെഡ്ലൈൻസിൽ തന്നെ ഉണ്ട്, അത് സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നുണ്ട് ലാബ്. അപ്പൊ അതിന് ഫോക്കസ്, ഈ ടൂറിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് മുർമാൻസ് ഡേ ആണ്. സെന്റ് പീറ്റേഴ്സ്ബർഗിനേക്കാളും മോസ്കോനേക്കാളും കൂടുതൽ. ഈ നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഫിനോമിനൻ അതൊരു നാച്ചുറൽ ഫിനോമിനൻ. ഇറ്റ്സ് എ ഹണ്ടിങ് ആണ്. നോർത്ത് ലൈറ്റ്സിനെ കാണാനുള്ള ഹണ്ടിങ് ആണ്. നമ്മുടെ ടൂറില് 3 നൈറ്റാണ് നമ്മൾ മുർമാൻസിൽ സ്റ്റേ ചെയ്യുന്നത്. ഏത് ദിവസം നമുക്ക് ഈ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റും എന്ന് ഒരു ഉറപ്പുമില്ല. ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചെന്നുടനെ കാണാം, ചിലപ്പോൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. ആ അരമണിക്കൂർ ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കാണാനുള്ള ഭാഗ്യം കിട്ടും. അപ്പൊ നമ്മളത് ആ ദിവസം, ആ കാണുന്ന ദിവസം നമ്മളത് 100% സാറ്റിസ്ഫാക്ഷൻ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുന്ന സമയം പുലർച്ചെ 2 മണിയാണ്. അപ്പൊ 2 മണിക്ക് നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ എഴുന്നേക്കുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, 12 മണിക്കായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയുടെ ടൂറ് നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് കാണാം. 3 നൈറ്റ് ഇവിടെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കുകയാണ്. ഈ ടെറിബ്രക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങോട്ട് പോകാൻ തന്നെ ഏകദേശം 130 കിലോമീറ്റർ
അപ്പൊ ഒരു 3 മണിക്കൂറോളം നമുക്ക് അങ്ങോട്ട് പോകാൻ തന്നെ വേണം. പിന്നെ അവിടെ ഇടയ്ക്ക് ഓരോ സ്റ്റോപ്പുകളാണ്. അപ്പൊ അതൊരു ഹോൾ ഡേ അഫെയർ ആണ്. അപ്പൊ നമുക്ക് 3 നൈറ്റ് ഉണ്ടാകുമ്പോൾ അതൊരു റിലാക്സ്ഡ് ടൂറായി. നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മളിലൊരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് ആണ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും ഒരു നൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 നൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ. സോമൻ സർ, നമ്മുടെ ഈ പാക്കേജിന്റെ പേര് റഷ്യൻ ലാപ്ലാൻഡ് വിത്ത് നോർത്തേൺ ലൈറ്റ്സ് എന്നാണല്ലോ. അപ്പം ലാപ്ലാൻഡ് എന്താണ്? ആർട്ടിക് സർക്കിളിന്റെ കീഴിൽ വരുന്ന ഏരിയാസ് ആണ്. അത് മെയിൻലി ഒരു ക്വാർട്ടർ ഓഫ് സ്കാൻഡിനേവിയ ലാപ്ലാൻഡ് ഏരിയയിലാണ് വരുന്നത്. ഈ നോർത്തേൺ യൂറോപ്പിന്റെ സൈഡിലാണ് വരുന്നത്. കോള പെനിൻസുല ഓഫ് നോർത്ത് വെസ്റ്റ് റഷ്യ is coming under this. അതുകൊണ്ടാണ് ആ മൊത്തം ഏരിയനെ ലാപ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിൽ കൂടാതെ വിന്റർ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ നമുക്കതിന് വേണമെങ്കിൽ ഒരു ജെം എന്ന് വേണ്ടി വിളിക്കാം. വിന്ററിന്റെ ഒരു ജെം ഓഫ് പ്ലേസസ് ആണ് ഈ റീജിയൻ. അതുകൊണ്ടാണ് അതിന് ലാപ്ലാൻഡ്. സർ, നമ്മൾ ഇഗ്ലൂ ഹൗസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് പറഞ്ഞു തരാമോ? ഇഗ്ലൂ ഹൗസസ് ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ ഇഗ്ലൂ ഹൗസസ് ഉണ്ട്. ദാറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഗ്ലാസ് ആണ്. ദ പാസഞ്ചേഴ്സ് ഹു ഓപ്റ്റ് ഫോർ ദിസ് ഇഗ്ലൂ ചെക്ക് ഇൻ ചെയ്യുന്നു. അന്ന് രാത്രി അവരുടെ ബെഡിൽ കിടന്നിട്ട് അവർക്ക് ഈ പ്രതിഭാസം കാണാൻ പറ്റുകയാണ്. The sky is open before them and they see this northern lights. അത് ഓപ്റ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ബട്ട് ഇഗ്ലൂ ഹൗസ് അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഐസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഐസ്. അവിടെ രാത്രി ഇറ്റ്സ് ഓൾ ഓപ്പൺ. അത് കൂടുതലും ആക്റ്റീവ് ആകുന്നത് സറൗണ്ടിങ്സ് ഏരിയ ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ഐസ് ആൻഡ് യു ആർ ലിവിംഗ് ഇൻ ഐസ് ഹൗസ്. അതിനകത്ത് ബെഡ്റൂമും ബാത്റൂമും ഷവറും എല്ലാം ഉണ്ട്. ഈ രണ്ടും വലിയൊരു എക്സ്പീരിയൻസ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മൾ ടൂർ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിക്ക് എത്തി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ മുൻകരുതലൊക്കെ എടുക്കുന്നത്? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് ടൂർ ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് സോമൻസ്. നമ്മൾ സഞ്ചരിക്കാത്ത നാടുകളില്ല, കൊണ്ടുപോകാത്ത നഗരങ്ങളില്ല. 7 കോണ്ടിനെന്റ്സിലേക്കും എപ്പോഴും തന്നെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഞ്ചാരികളുടെ വളരെ വിശ്വസ്തമായ ഒരു സ്ഥാപനമാണ് നമ്മളുടേത്. യൂറോപ്പ്, അന്റാർട്ടിക്ക, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ടൂറുകൾ ചെയ്തിട്ടുള്ളതും നമ്മൾ തന്നെയാണ്. അപ്പം ഈ 25 വർഷമായിട്ടുള്ള യാത്രയ്ക്ക് ആദ്യമായിട്ടൊരു ബ്രേക്ക് വന്നത് നമ്മളുടെ കഴിഞ്ഞ 18 മാസമാണ്. നമുക്കറിയാം 18 മാസത്തോളം എവിടെയും പോകാൻ പറ്റാതെ ഒരു വളരെ സ്റ്റാൻഡ് സ്റ്റില്ലായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പം ഈ 18 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ടൂർ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കഴിഞ്ഞ ഒരു 25 വർഷം ചെയ്തതുപോലെയല്ല, കുറച്ചും കൂടെ കൂടുതൽ മുൻകരുതലുകളോടുകൂടെ കുറേ കൂടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിപ്പം ടൂർ ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ കഴിയുന്നത് വരെ. മേ ബി അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും നോർമൽ ആകുമായിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ തന്നെ നമ്മൾ സോമൻസ് ഒത്തിരി അധികം കാര്യങ്ങളിലൂടെ ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പല പാക്കേജുകൾ പോലും നമ്മൾ ഡിസൈൻ ചെയ്തത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടിയിട്ടാണ്. അതായത് ഒരുപാട് പൈസ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ടൂർ, എസ്പെഷ്യലി ഒരു ഇന്റർനാഷണൽ ടൂർ. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ ടൂർ എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാൻ പറ്റിയില്ല എങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു ധനനഷ്ടം തീർച്ചയായിട്ടും അവർ കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളാലാവുന്ന വിധം നമ്മൾ ഇതിന് കുറച്ചധികം ഇൻഷുറൻസ് കമ്പനികളെല്ലാം കോണ്ടാക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഇൻഷുറൻസ്, ഈ കസ്റ്റമേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി തന്നെ നമ്മുടെ ഈ ടൂറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുമ്പം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേയും നമുക്ക് ഒരു RT-PCR ടെസ്റ്റ് നിർബന്ധമാണ്. വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ RT-PCR ടെസ്റ്റ് നമുക്ക് വേണം. അപ്പം നോർമലി അതൊരു 48 hours ഉണ്ട്, 76 hours, 72 hours, അങ്ങനെയൊക്കെ പല രാജ്യങ്ങൾക്കും പല നിയമങ്ങളാണ്. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് യാത്രയ്ക്കെല്ലാം ഒരുങ്ങി പൈസ എല്ലാം പേ ചെയ്ത് കഴിഞ്ഞ് പെട്ടി വരെ പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ RT-PCR എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഇൻ കേസ് RT-PCR പോസിറ്റീവ് ആയാൽ ആ കസ്റ്റമർക്ക് തീർച്ചയായിട്ടും ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആകുമ്പം അവരുടെ ഒരു പൈസ തന്നെയാണ് അവിടെ നഷ്ടമാവുന്നത്. യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, അതൊരു വശം. മറ്റേത് അവരുടെ ഒരു പൈസ, ഇപ്പൊ നമുക്കറിയാം ഭയങ്കര മൂല്യമാണ് അല്ലെ പൈസയ്ക്കൊക്കെ. കാരണം എല്ലാവരും വളരെയധികം ഒരു പണ്ടത്തെ പോലത്തെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോഴും തിരിച്ചു വന്നിട്ടില്ല.
അപ്പം അങ്ങനെയാകുന്ന സമയത്ത് പല യാത്രക്കാരും മടിക്കും ട്രാവൽ ചെയ്യാനായിട്ട്. കാരണം എങ്ങാനും ഇങ്ങനെ ഒരു അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട്. അപ്പം നമ്മളുടെ ഒരു ഇൻഷുറൻസിൽ നമ്മൾ അല്ലെങ്കിൽ കവർ ചെയ്യാൻ നമ്മൾ കസ്റ്റമേഴ്സിനെ ബെനിഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അഥവാ കോവിഡ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു $1000 എന്താണോ അതിന്റെ ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം ആ സമയത്തുള്ളതിന് വ്യത്യാസപ്പെട്ടിരിക്കും. എങ്കിലും $1000 ഈ ഇൻഷുറൻസ് കമ്പനി ഈ ക്ലയന്റിന് തിരിച്ചു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ പാസഞ്ചർക്ക് കിട്ടുന്നതാണ്. അപ്പം ഒരുപക്ഷെ $1000 ആയിരിക്കില്ല അവരുടെ മൊത്തം ടൂർ കോസ്റ്റ്. അപ്പം ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം $1000 ആണ്. പിന്നെ സോമൻസിന്റെ ഭാഗത്ത് നിന്ന് പണ്ടും ഇപ്പോഴും അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല. പാൻഡമിക് ആയാലും മാറ്റവും ഇല്ല, അത് കഴിഞ്ഞാലും മാറ്റവും ഇല്ല, എപ്പോഴും അങ്ങനെ തന്നെ. നമ്മളൊരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീൽ ചെയ്യുന്ന എയർലൈൻസിന്റെ കയ്യിൽ നിന്നാണെങ്കിലും ഹോട്ടൽസിന്റെ കയ്യിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ അവിടെ നമ്മൾ പേ ചെയ്യുന്ന അല്ലെങ്കിൽ പല അട്രാക്ഷൻസിനോ ഫുഡിനോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരു ക്ലയന്റിന് ഏതൊരു സാഹചര്യത്തിൽ തന്നെ അവർക്ക് ടൂർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നാലും സോമൻസ് ഇടപെട്ട് ഇപ്പം ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സിന്റെ അടുത്തുനിന്നും മാക്സിമം എത്ര അവർക്ക് ക്യാൻസലേഷൻ ചാർജസ് എല്ലാം മാക്സിമം കുറച്ചിട്ട് എത്ര പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അതിന്റെ 100% സോമൻസ് ശ്രമിച്ച് മാക്സിമം പൈസ ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ $1000 ഇൻഷുറൻസും അത് കൂടാതെ ലാൻഡോ എയർലൈനോ എന്താണോ അതിൽ നിന്ന് എത്ര പൈസ കുറച്ച് കണ്ട് അവർക്ക് എന്തോരം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും, അത്രയും കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് തീർച്ചയായിട്ടും $1000 അവർക്ക് ഇൻഷുറൻസ് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാവലിനെ സംബന്ധിച്ചുള്ളതാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ട്രാവലിന് മുമ്പുള്ള കാര്യമാണ്. ഈ ട്രാവലിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവർക്കൊരു ജേർണി ബ്രേക്ക് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിലും അതും ഇതുപോലെയൊക്കെ തന്നെയാണ്. മേ ബി നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ ട്രാവലിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഈ കോവിഡ് പോസിറ്റീവ് ആകുക, അതൊക്കെ വളരെ ചെറിയ ചാൻസസ് ആണ് കേട്ടോ. നമ്മളെല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാണ് ഒരു ടൂർ മാനേജർ അവരെ കൊണ്ടുപോകുന്നത്. എങ്കിൽ തന്നെയും അങ്ങനെ നമ്മൾ ചിന്തിക്കുക, ഒരു കോവിഡ് പോസിറ്റീവ് ആണ് സിറ്റുവേഷൻ വന്നാൽ ജേർണി ബ്രേക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഈ ഇൻഷുറൻസ് കവറേജ് അവർക്ക് നൽകുന്നതാണ്. പിന്നെ ഈ കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരിക്കലും തനിയല്ലല്ലോ വിടുന്നത്. എപ്പോഴത്തെ പോലെ തന്നെ ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടൂർ മാനേജറാണ് ഈ സോമൻസിന്റെ ഓരോ ഗ്രൂപ്പിലും എസ്കോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ടൂർ മാനേജറിന്റെ അങ്ങേയറ്റത്തെ ഒരു കെയർ, അത് ചിലപ്പോൾ മാസ്ക് യൂസ് ചെയ്യുന്ന കാര്യത്തിലാവാം, അല്ലെങ്കിൽ കാരണം പലപ്പോഴും നമ്മൾ ചിലപ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചൊന്നും വരില്ല. അപ്പൊ മാസ്ക് ഒക്കെ എപ്പോഴും ധരിക്കാനും അല്ലെങ്കിൽ ഒരു സാനിറ്റൈസേഷൻ അല്ലെങ്കിൽ ഓരോരോ എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണോ നമ്മൾ ഒരു ക്ലയന്റിനെ കെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കൊറോണ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കെയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് കസ്റ്റമർ പെട്ടെന്ന് ഒരു പാനിക് ആവാതെ അവരുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടൂർ എസ്കോർട്ട് തന്നെ ഇതിന്റെ കൂടെ പോകുന്നുണ്ട്. അപ്പം ഓൾറെഡി ഫിനാൻസിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു, ആ തരത്തിലൊരു പരിരക്ഷ നമ്മൾ ഉറപ്പുവരുത്തുന്നു. അതുകൂടാതെ യാത്രയ്ക്കിടയിൽ അല്ലെങ്കിൽ യാത്ര നിങ്ങളുടെ കൂടെ ചെയ്യുമ്പം നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും അസിസ്റ്റൻസും തരാനുള്ള ഒരു ടൂർ മാനേജറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മാക്സിമം ഒരു ട്രാവല് കെയർ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യവും കൂടെ, ഈ ടൂർ പാക്കേജിൽ ഇപ്പൊ നമ്മളുടെ ഈ റഷ്യൻ ലാപ്ലാൻഡ് വിത്ത് നോർത്തേൺ ലൈറ്റ്സ് എന്നീ ടൂർ പാക്കേജിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ മറ്റുള്ള ഓപ്പറേറ്റേഴ്സിന്റെ ഐറ്റിനറിയും കൂടിയിട്ട് നോക്കിയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ അത് ഇത്ര ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഐറ്റിനറി ശ്രദ്ധിക്കുവാണെങ്കിൽ 3 നൈറ്റ് മുർമാൻസ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും നമ്മുടെ ടൂർ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. മോസ്കോ നമ്മൾ കണ്ടു, സെന്റ് പീറ്റേഴ്സ്ബർഗ് നമ്മൾ കണ്ടു, നോർത്തേൺ ലൈറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി ടൂർ എൻഡ് ചെയ്തു. തിരിച്ചു വരുന്ന സമയത്ത് അത് ഏത് ഡെസ്റ്റിനേഷനിൽ പോയാലും ഇന്ന് അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു RT-PCR ടെസ്റ്റ് നിർബന്ധമാണ്. അതായത് നമ്മൾ ഏത് കൺട്രിയിലാണോ അവിടെ നിന്ന് RT-PCR ടെസ്റ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ വിത്ത് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ടൂർ 3 നൈറ്റ് മുർമാൻസിൽ കഴിഞ്ഞ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ മോസ്കോയിൽ വന്ന് ഈ RT-PCR ടെസ്റ്റും എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ താമസിച്ച് എല്ലാം ഒന്ന് റിലാക്സ്ഡ് ആയി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അത് നേരത്തെ നമ്മളെ ഒരു സ്റ്റാഫ് ചോദിച്ചതുപോലെ കോസ്റ്റ് കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ ഇത്രയും നല്ല അല്ലെങ്കിൽ ഒരു ഫുൾ സ്കെച്ച്ഡ് ആയിട്ടുള്ള ഒരു ടൂർ, ഒരുപാട് കാര്യങ്ങൾ കണ്ട് നമ്മളുടെ ആ ഒരു ഡ്രീമൊക്കെ ഫുൾഫിൽ ചെയ്ത് മനസ്സ് നിറയെ ഈ നോർത്തേൺ ലൈറ്റ്സ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് തിരക്ക് പിടിച്ചൊരു കാര്യം ചെയ്യാതെ തിരിച്ചു വന്ന് നന്നായി റെസ്റ്റ് ചെയ്ത് ഒരു ഗുഡ് മെമ്മറീസോട് കൂടെ വളരെ റിലാക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. സാർ,
നമ്മുടെ ഇനിയുള്ള അപ്കമിങ് ടൂർസ് ഏതൊക്കെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇന്റർനാഷണൽ ടൂർ ഓപ്പറേറ്റർ എന്ന പേര് കേട്ടിട്ടുള്ള സോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വളരെ സജീവമായിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് രംഗത്തുണ്ട്. ഡൊമസ്റ്റിക് ടൂറുകൾ ധാരാളം ഡിപ്പാച്ചേഴ്സ് നമുക്കുണ്ട്, FITസും ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ നമ്മൾ പ്രസൻ്റ്ലി 2022 മാർച്ച് വരെയുള്ള ടൂറുകളാണ് ഇപ്പോൾ നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡൊമസ്റ്റിക് വിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഫിക്സഡ് ഡിപ്പാച്ചേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ മാസവും തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്നത് രാജസ്ഥാൻ, ഒഡീഷ, കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ഈ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ മന്ത്ലി ഡിപ്പാച്ചേഴ്സ് നമുക്കുണ്ട്. ചില മാസങ്ങളിൽ 2-3 ഡിപ്പാച്ചേഴ്സ് വരെ ഇപ്പം നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇത് കൂടാതെ ഇന്റർനാഷണൽ ടൂറിസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പ്രൈം ഡെസ്റ്റിനേഷൻസ് ആണ് USA, യൂറോപ്പ്, അതിൽ തന്നെ ഈസ്റ്റേൺ യൂറോപ്പിന് മറ്റേ ഒരു സെപ്പറേറ്റ് ടൂർ തന്നെ നമുക്ക് ഈസ്റ്റേൺ യൂറോപ്പിനുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് റഷ്യ മാത്രമുള്ള ടൂറുണ്ട്. പിന്നെ ഇപ്പം ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ലാപ്ലാൻഡ് അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ്, ആ ടൂറുകൾ 2-3 ഡിപ്പാച്ചേഴ്സ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഈജിപ്റ്റ് നമുക്ക് ഒരു ഡിപ്പാർച്ചർ ഉണ്ട്. മോൾദീവ്സ് നമ്മൾ ഓൾറെഡി 2 ടൂർ പോയി കഴിഞ്ഞു മോൾദീവ്സിലേക്ക്. 3ാമത്തെ ഗ്രൂപ്പ് ഇപ്പോൾ റെഡി സെറ്റ് ടു ഗോ ആണ് നമുക്ക് മോൾദീവ്സിലേക്കുള്ളത്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനും കൂടിയിട്ടാണ് മോൾദീവ്സ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പേര് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ദുബായ്. ദുബായിലേക്കും നമ്മൾ ഒരുപാട് ടൂർസ്, പ്രത്യേകിച്ച് എക്സ്പോ നടത്തുന്നത് കൊണ്ട് നമ്മൾ അത്രയും ടൂറുകളെല്ലാം തന്നെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മൾ ഇത്രയും നാളിൽ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് ഇപ്പം അമേരിക്ക ആയാലും യൂറോപ്പ് ആണെങ്കിലും ഏത് ഡെസ്റ്റിനേഷൻ ആണെങ്കിലും പുതുമയോടെയാണ് നമ്മളിനി വരാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഐറ്റിനറീസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാത്തിലും ഇതുവരെ ചെയ്യാത്ത ഒത്തിരി പുതുമകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നവംബർ 14-ാം തീയതി നമുക്കൊരു US ഡിപ്പാർച്ചർ ഉണ്ട്. 15 ഡേയ്സിൻ്റെ US ഡിപ്പാർച്ചർ ഉണ്ട്. അതിൽ US വിസ ഉള്ള ആൾക്കാരെയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. കാരണം കോൺസുലേറ്റ് ഓപ്പൺ അല്ല, അല്ലെങ്കിൽ ഒരു ഫുൾ സ്വിങ്ങിലൊന്നും അതിൻ്റെ ഓപ്പറേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിസ ഉള്ള ആൾക്കാരായിട്ട് നമ്മുടെ നവംബർ 14-ന് ഒരു വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടൊരു ഐറ്റിനറിയിലാണ് നമ്മൾ ഈ US ടൂർ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ദുബായിനെ കുറിച്ച് സോമൻ സാർ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് നമ്മുടെ ദുബായ് ടൂറിലെ പുതുമകൾ എന്നത്. ദുബായ് ഏറ്റവും കൂടുതൽ ഡിപ്പാച്ചേഴ്സ് ചെയ്തു വരുന്ന ഒന്നാണ് നമ്മുടെ സോമൻസ്. ഒരു 20 to 25 ഗ്രൂപ്പ്സ് ആണ് നമ്മൾ ഓരോ വർഷം ചെയ്യാറുള്ളത്. ഇപ്രാവശ്യവും വി ആർ പ്ലാനിങ് 20-25 ഇല്ലെങ്കിൽ പോലും എവറി മന്ത് ഫ്രം ഒക്ടോബർ ഓൺവേർഡ്സ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ എക്സ്പോ എന്ന് പറയുന്നത് ഇറ്റ് ലാസ്റ്റ് ഫോർ 6 months. അപ്പോൾ ആ 6 months കണ്ടിന്യൂസ് ആയിട്ട് 2 ഡിഫറെൻറ്റ് ഐറ്റിനറിയാണ് നമ്മൾ ദുബായിൽ പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് ഒരു പ്രീമിയം വിത്ത് 5-star ഹോട്ടൽ വിത്ത് അതിനകത്ത് നാച്ചുറലി ഈ പ്രൈവറ്റ് യാട്ടും, പിന്നെ നമ്മൾ ഇപ്പോൾ അവിടുത്തെ ലേറ്റസ്റ്റ് എഡീഷൻ ആയിട്ടുള്ള ഇപ്പോൾ ഈ പാം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പാം നമ്മൾ അങ്ങോട്ട് പാം ഐലൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു പാമ്പിനെ നമുക്ക് കാണാൻ പറ്റില്ല എങ്കിലും ഒരു അതിൻ്റെ മീതെ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ വി ക്യാൻ ഡെഫിനറ്റ്ലി സീ എ പാം. അത് ഇറ്റ് ഈസ് യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് അതിൻ്റെ അവിടെ ഒരു ദേ ഹാവ് ഇറക്റ്റഡ് എ ഹ്യൂജ് ബിൽഡിംഗ്, 52 നിലയുള്ളൊരു ബിൽഡിങ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ ഒരു 360 ഡിഗ്രി ഒബ്സർവേഷൻ ഡെക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കുമ്പോൾ യു ആർ ഗോയിങ് ടു സീ എ പാം. അത് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്പോ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. ഇത് ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വേൾഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു ഫുൾ ഡേ, ഇപ്പം നമ്മൾ സിംഗപ്പൂരൊക്കെ പോയിട്ടുള്ളവർ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒരു ഫുൾ ഡേ പോലെ അതിനേക്കാൾ കൂടുതൽ ടൈം യു ആർ സ്പെൻഡിങ് ഇൻ ദ എക്സ്പോ. ഒരു ഹോൾ ഡേ അഫെയർ ആണ്. സോ നാച്ചുറലി മറ്റ് എല്ലാ കാര്യങ്ങളും ഈ പ്രൈവറ്റ് യാട്ട് അടക്കമുള്ള ഒരു 5-star ഹോട്ടലിലെ ഒരു ടൂറും പിന്നെ ഒരു 4-star ഹോട്ടലിലെ വേറൊരു ടൂറും, അങ്ങനെ 2 ടൂറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് ഒരു സേവർ, ദുബായ് സേവർ ആൻഡ് ദുബായ് പ്രീമിയം. പിന്നെ അതുകൂടാതെ വി ഹാവ് അനൗൺസ്ഡ് ഈസ്റ്റേൺ യൂറോപ്പ്. ഇപ്പോൾ ഈ 14th ഒക്ടോബറിന് ഒരു യൂറോപ്പ് ഉണ്ട്.
ഇറ്റ്സ് ഓൾമോസ്റ്റ് അതെല്ലാം ഫിൽഡാണ്, സീറ്റ്സ് എല്ലാം ഫിൽഡാണ്. അഡീഷണലി വി ഹാവ് 28th October മറ്റൊരു ഡിപ്പാച്ചർ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഈസ്റ്റേൺ യൂറോപ്പ്. പിന്നെ കൺട്രീസ് ഓപ്പൺ ആവുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ ഡെസ്റ്റിനേഷൻസ് നമ്മൾ അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത് ഓരോന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ ഐറ്റിനറി സോമൻസ് പ്ലാൻ ചെയ്യുമ്പോൾ അതൊരു കസ്റ്റമറെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കസ്റ്റമർ അവർ ഓരോരോ ഡെസ്റ്റിനേഷനും കുറേ പ്രാവശ്യം പോകുന്നവരല്ല. സോ അത് അവരെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെടും. അവരുടെ ആ ദിവസത്തെ ജേണി എത്ര സമയം അവരെ യാത്ര ചെയ്യാം. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു 25 years ആയിട്ട് ഞങ്ങൾ അത് ഡിസൈൻ ചെയ്യുന്ന ഓരോ ഐറ്റിനറിയും അവസാനം അത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ച് ഇത് ഓക്കെ ആണോ. നിങ്ങൾ പലപ്പോഴും അത് ആലോചിച്ചിട്ടില്ലേ? നിങ്ങളുടെ അടുത്ത് ചോദിച്ച് നിങ്ങളാണ് ഈ ടൂറിന് പോകുന്നത് എങ്കിൽ ഈ ഒരു ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇസ് ഇറ്റ് ഓക്കെ? വിൽ യു ലൈക്ക് ഇറ്റ് ഓർ ഷാൽ വി ചേഞ്ച് ദിസ്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു ഐറ്റിനറി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ കസ്റ്റമേഴ്സ് മാത്രമാണ്. അവരെ എങ്ങനെ 100% ഹാപ്പി ആക്കാം. ഈ നമ്മളുടെ ഈ 25 yearsന്റെ ഈ ജേണി അത് ഒരു തടസ്സവും ഇല്ലാതെ, ഒരാൾ നമുക്കതൊരു പോയിന്റ് ഔട്ട് ചെയ്യാതെ, ഒരു മൈനസ് പോയിന്റ് ഇല്ലാതെ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ടൂർ ചെയ്യുക എന്ന ഇതൊരു സർവീസ് ഇൻഡസ്ട്രി ആണല്ലോ. വി ആർ ഇറ്റ് സർവീസ്. ദാറ്റ് ടു വെൻ യു ടേക്ക് ദ മണി, അതും ഹാർഡ് ഏൺ മണി നമ്മൾ വാങ്ങി കഴിഞ്ഞതിന് ശേഷം വി ഹാവ് ടു ഫുൾഫിൽ. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്.